വിവാഹമോചന നടപടി തുടങ്ങിയാൽ ഗർഭസ്ഥ ശിശുവിനെ അത് അലസിപ്പിക്കാം എന്ന് ഹൈക്കോടതി വിധി. കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഗർഭചിത്രത്തിന് അനുമതി തേടി 21 വയസ്സുകാരി സമർപ്പിച്ച പരാതിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ സുപ്രധാനമായ വിധി. ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് തമ്മിൽ വഴക്കായി ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്താൽ അപ്പോൾ ഗർഭവതിയായ സ്ത്രീക്ക് ആ ഗർഭം നിയമപരമായി അവർക്ക് അലസിപ്പിക്കാം. അതിന് തടസ്സമൊന്നുമില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇപ്പം ലിംഗസമത്വം വന്നു കഴിഞ്ഞു. ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണത്. ആ അവകാശം നമുക്കുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൻ്റെ ഉടമ നമ്മൾ തന്നെ, ഭർത്താവോ മറ്റാരുമോ അല്ല. ലിംഗസമത്വം വന്നു, ഭരണഘടനയുടെ മൗലിക അവകാശം കൂടെ ചേരുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്, ഒരു വിവാഹം നടന്നു, അതിനുശേഷം അവർ 2-3 മാസം ഗർഭവതിയായി, ഭർത്താവുമായിട്ട് തെറ്റി, ഇനി രണ്ടും യോജിക്കത്തില്ല, അങ്ങനെ ഒരു കുട്ടിയെ വളർത്തേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അതാണ് ജസ്റ്റിസ് രാമേന്ദ്രന്റെ സുപ്രധാന വിധിയുടെ കാതലായ ഭാവം. നമുക്കറിയാം, ഇതിന് അനുമതി നൽകാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അമ്മയ്ക്കോ ഗർഭസ്ഥ ശിശുവിനോ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗർഭം അലസിപ്പിക്കാം നിയമപരമായി. അമ്മയുടെ മാനസിക പ്രശ്നം, അബ്നോർമലായ അമ്മ, മാനസിക രോഗിയായ അമ്മ ഗർഭവതിയായാൽ പ്രശ്നങ്ങളാണ്. നമുക്ക് പലരെ അറിയാം, 5-6 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയെ അമ്മ കൊന്നു വന്നു. അമ്മ മാനസിക രോഗിയാണ്. അപ്പം മാനസിക രോഗിയായ ഒരു സ്ത്രീ ഗർഭവതിയായാൽ ആ ഗർഭം അലസിപ്പിക്കുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. ഇന്ത്യയിൽ ഇപ്പം 20 ആഴ്ച വരെ ഗർഭം പാത്രത്തിൽ കുട്ടി വളർന്നാൽ അത് 20 ആഴ്ച വരെയുള്ള ഗർഭം അലസിപ്പിക്കുന്നതിന് നിയമപരമായ യാതൊരു തടസ്സവുമില്ല. അപ്പം അമ്മയ്ക്കോ ഗർഭസ്ഥ ശിശുവിനോ ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ആ ശിശുവിനെ നമുക്ക് നശിപ്പിക്കാം. അമ്മയുടെ മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും ഉള്ള സ്ത്രീ ഗർഭവതിയായാൽ ചിലപ്പോൾ അവരെ പീഡിപ്പിച്ച് ഗർഭവതിയായി, ചിലപ്പോൾ അവരെ അറിയാതെ അവരുമായിട്ട് സെക്ഷൽ ബന്ധം ഉണ്ടാക്കി ഗർഭവതിയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ ഗർഭം അലസിപ്പിക്കുന്നതിന് തടസ്സമില്ല. വിവാഹമോചനം നടത്തിയ ഒരു സ്ത്രീക്ക് മുൻ ഭർത്താവിൻ്റെ ആ ശിശുവിനെ വളർത്തണമെന്നോ അല്ലെങ്കിൽ ആ ശിശുവിനെ ഗർഭസ്ഥയായ ആ സ്ത്രീ വളർത്തണമെന്നോ അവർക്ക് നിയമപരമായ അവകാശമില്ല. അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം അവരാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യത്തിലും തീരുമാനമായി. വിവാഹമോചനം നടത്തിയ ഭർത്താവിൻ്റെ കുട്ടിയെ, ഗർഭസ്ഥ ശിശുവിനെ വളർത്തേണ്ട ഒരു ആവശ്യം അമ്മയ്ക്കില്ല. അത് മൗലികാവകാശ ലംഘനമാണ്. ലിംഗസമത്വത്തിനും അവർക്ക് അവകാശമുണ്ട്. എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഫണ്ട് ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമാണ്. കാരണം എൻ്റെ ശരീരം എൻ്റെത് മാത്രമാണ്, അത് മറ്റാരുടെയുമല്ല. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും അവരുടെ ശരീരം അവരുടെ സ്വന്തമാണ്, അവരുടെ ജീവന്റെ അംശമാണ്, അവരുടെ ജീവന്റെ ഭാഗമാണ്. അത് വേറൊരാൾ കൈകടത്താനോ വേറൊരാൾ ആ ജീവിയെ വെട്ടിനശിപ്പിക്കാനോ അടിച്ചു കൊല്ലാനോ അവകാശമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും ഏമതെണ്ണ ഏൽപ്പിച്ചാൽ നമ്മൾ പോലീസിൽ പോയി കേസ് കൊടുക്കും. നമ്മുടെ ശരീരത്തെ തൊടാൻ ലോകത്തിൽ ഒരാൾക്കും അവകാശമില്ല, പോലീസിനും അവകാശമില്ല. അതാണ് പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി ഡെത്തിന് കേസിൽ അവർ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ കാരണം. പോലീസിൽ വിളിച്ചു വരുത്തിയ കാര്യങ്ങൾ ചോദിക്കാൻ നിയമപരമായി നമുക്ക് അവയെ സംസാരിക്കാം, പക്ഷെ ശരീരത്തിൽ തൊടാൻ പോലീസിന് അവകാശമില്ല. അതുകൊണ്ടാണ് ആ UN-ന്റെ ആ പോപ്പുലേഷൻ ഫണ്ട് പറഞ്ഞത് എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ സുപ്രധാനമായ വിധിയാണിത്. അതുകൊണ്ട് വിവാഹമോചനം നടപടി തുടങ്ങിയാൽ ഗർഭവതിയായവർക്ക് ആ ഗർഭം അലസിപ്പിക്കുന്നതിന് തടസ്സമില്ല. അതോടൊപ്പം തന്നെ മൈനറായ 18 വയസ്സിന് അകമുള്ള ഒരു സ്കൂൾ കോളേജ് വിദ്യാർത്ഥി ഗർഭവതിയായാൽ ആ ഗർഭം
ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലർക്കും അങ്ങനെ പറ്റുന്നുണ്ട്. ആ ഗർഭശിശുവിനെ വളർത്തണമെന്നില്ല, അത് അലസിപ്പിക്കാം. 18 വയസ്സിനകം പ്രായമുള്ള കുട്ടികള്, 12-13 വയസ്സുള്ള കുട്ടികളൊക്കെ ഗർഭവതിയായ സംഭവം നമുക്കറിയാം. അങ്ങനെയുള്ള കുട്ടികൾ 18 വയസ്സിനകമാണെങ്കിൽ ആ ശിശുവിനെ അല്ലെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. അത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ശിശുവിനെ നശിപ്പിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ അത് ചെയ്യും. അവർക്ക് അതിന് നിയമ തടസ്സമില്ല, അവർക്ക് നിയമത്തിന്റെ പരിരക്ഷയുണ്ട്. അത് അവർ പോലീസിൽ അറിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് പുതിയ നിയമം.